ഒരു സ്ത്രീയെ പറഞ്ഞും കൂടാൻ കൊള്ളാത്ത ഭാഷകളാണ് പറഞ്ഞത്. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊരു ദാനം മേടിക്കുന്നില്ല നമ്മൾ. ഭയങ്കരമായിട്ട് ആ ആണുങ്ങളെ കൂട്ടിച്ചേർക്കും എല്ലാം ആക്ഷേപം പറയുക. അത് ഭയങ്കര സഹിക്കാൻ വയ്യാത്തൊരു ഇത്രയും ചെയ്യുന്ന പ്രതികളെ എനിക്ക് അവിടെ യാതൊരുവിധ ഒരു പെറ്റി കേസ് പോലും എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതി ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. തൊഴിലുറപ്പുകാർക്ക് വേതനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചില പരാതികൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന പല ആൾക്കാരുടെ ഇടയിലും കൂടുതൽ ആൾക്കാരും ചില മടിച്ചികളും മടിയന്മാരും ഉണ്ട് എന്നുള്ളതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഓലിയരിക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ജോലിക്ക് വരുന്ന പകുതി മുക്കാൽ സമയങ്ങളും ഇവർ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുഴുകാതെ എൻ്റർടൈൻമെൻറ്റുമായി പോകുന്നു എന്ന് ഒരു ചെറിയൊരു പരാതി. ആ പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ ഒരു ചേച്ചിയാണ്. ധൈര്യമായിട്ട് തന്നെ ആ ചേച്ചി നമ്മുടെ മുന്നോട്ട് വരണം. കാരണം ഈ ചേച്ചി തൊഴിലുറപ്പ് പദ്ധതിയിലുണ്ടായിരുന്നതാണ്. ചേച്ചി ഒരുപാട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുക്കുന്നതിലും പകുതി മുക്കാൽ സമയവും പണിയെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടല്ലേ? എന്താണ് ചേച്ചിയുടെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ? എൻ്റെ കണ്ണിൽ വേണമെന്ന് ഞാൻ 2021 ജോലിക്ക് പോകുന്നത്. അങ്ങനെ ജോലിക്ക് ചെന്ന് പിന്നെ ഉച്ച കഴിഞ്ഞ് വന്നില്ലെങ്കിൽ ഒപ്പിടാം. പിന്നെ അവർക്ക് അന്നേരം ഉച്ച കഴിഞ്ഞ് വേറെയുള്ള കാര്യങ്ങൾക്ക് പോവുകയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഈ ജോലി സമയത്ത് അവർ പോച്ച പറിക്കും, അവരുടെ വീട്ടിലുള്ള ആവശ്യങ്ങളെല്ലാം. പക്ഷേ ആദ്യമായിട്ട് ചെന്നാൽ ഞങ്ങളെപ്പോലുള്ളവർ ഇതെങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അപ്പം അവർ ചോദ്യം ചെയ്യും, വഴക്കാവും, നമ്മൾ കൊള്ളരാത്തവരായി ചിത്രീകരിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ തൊഴിലുറപ്പിന് പോയില്ല. അപ്പോൾ അന്ന് തന്നെ വേറെ ഒരുപാട് പേര് വരാത്തവരുണ്ട്. അന്നേരം എൻ്റെ കോളത്തിൽ എന്ന് ചുമന്ന ആബ്സെൻ്റ് വരച്ച് വേറുള്ളവർക്ക് വരയ്ക്കാത്തവരുമുണ്ട്. അപ്പം ഞാൻ ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ട് എനിക്ക് വരച്ച്. അന്ന് തൊട്ട് പിന്നെ എന്നെ ആ സൈറ്റിൽ നിർത്തിയിരുന്ന അവർക്ക് ഇതേപോലെ ഒപ്പിടാനൊക്കെ. ശരിക്കും ഇപ്പം പോലീസ് സ്റ്റേഷൻ പോലും കയറി ഇറങ്ങേണ്ട സാഹചര്യം. പോലീസ് സ്റ്റേഷൻ കയറി പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ ഇപ്പം വെട്ടി. ഹസ്ബൻഡ് പരാതിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം ഹസ്ബൻഡിനെ ജയിലിലാക്കിയ അവസ്ഥയായി. എൻ്റെ കുഞ്ഞിനെ ആക്ഷേപം, ഒരു മകളെ ഉള്ളൂ. ആ കുഞ്ഞിനെ ലോകത്ത് പറഞ്ഞുണ്ടാക്കാൻ ഒക്കാത്ത രീതിയിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്നെ അതേ വരുന്നു. ഭയങ്കരമായിട്ട് ആ ആണുങ്ങളെ കൂട്ടിച്ചേർക്കും എല്ലാം ആക്ഷേപം പറയുക. അത് ഭയങ്കര സഹിക്കാൻ വയ്യാത്തൊരു കാര്യം. ഈ തൊഴിലുറപ്പിന് പോയത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ആ ചേച്ചിക്ക് ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഇവരെ വലിയ രീതിയിൽ ആട്ടിപ്പായിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഏതായാലും ഈ കുടുംബം ഇപ്പോൾ വലിയ രീതിയിലുള്ള അപമാനം നേരിടുന്നു. ഈ കുടുംബത്തിലെ ഗൃഹനാഥനായിട്ടുള്ള ബിജു ആ ചേട്ടന് ശരിക്കും ഈ ഒരു സംഭവത്തിൽ ഒരു തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നത്തിൽ ഗുരുതരമായി വെട്ടേക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ചേട്ടാ, നിങ്ങൾക്ക് വെട്ടുകൊള്ളാനുണ്ടായ ഒരു സാഹചര്യം? വെട്ടുകൊള്ളാനുള്ള ഫെബ്രുവരി 8 രാവിലെ 7 മണി മുതൽ ഈ വിജയൻ എന്ന് പറഞ്ഞ കക്ഷി കാവലിക്ക് തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വാഹനമായി അങ്ങോട്ട് ഇറങ്ങി ആ വെയിറ്റ് ഷെഡിൽ നിറച്ച് എൻ്റെ പുറകെ പിന്തുടർന്ന് വരികയും ചെയ്ത് ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരെ ചെല്ലുമ്പോൾ ഇദ്ദേഹം ഞാൻ വണ്ടി നിർത്തി ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എൻ്റെ വണ്ടിയുടെ സൈഡിൽ കൂടെ വന്ന് അരിവയിട്ട് തന്നെ വെട്ടുമായിരുന്നു. രണ്ട് വെട്ടൻ്റെ വെട്ടി എൻ്റെ വണ്ടിയുടെ പാടുണ്ട്. മൂന്നാമത് ഞാൻ ഇദ്ദേഹത്തെ ചവിട്ടി തല്ലിക്കൊണ്ട് പുറത്ത് ചാടുന്നു. ആ സമയത്ത് എന്നെ ഇവിടെ വെട്ടുന്നത് എൻ്റെ വയറ്റിന് വെട്ടി. അത് കഴിഞ്ഞ് അങ്ങോട്ട് ചുറ്റും അടിയായി. അത് ഞാൻ ഏരു സ്റ്റേഷനിൽ പരാതി കൊണ്ട് പോയി ഉച്ച കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് വധശ്രമത്തിന് കേസെടുത്ത് ഞാൻ അന്നും ഈ മെമ്പറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പം കൊല്ലാനായിട്ട് വന്നു. കൊല്ലുമെന്ന് പറയുന്നത് എൻ്റെ പേരിൽ അതിൻ്റെ തല മുറിഞ്ഞെന്നും പറഞ്ഞ് ആ തെല്ലിയെ വഴിക്ക് പണിഞ്ഞ് വീണ്. അപ്പോൾ ആ തല പൊട്ടിയെന്നും പറഞ്ഞാൽ വധശ്രമത്തിന് കേസെടുത്തത്. എന്നെ വെട്ടിയവൻ്റെ പേര് യാതൊരു പെറ്റി കേസ് പോലും വന്നിട്ടില്ലെന്നുള്ള അവൻ അവിടെ സംഭാഷണം കൊടുത്ത് എനിക്ക് അവിടെ നീതി കിട്ടില്ല. എന്നെ വധശ്രമത്തിന് കേസെടുത്ത് റിമാൻഡ് ചെയ്യിപ്പിച്ച് ഞാൻ കോടതി പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് 5 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ജാമ്യം തീരാൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് 2 ട്രിപ്പ് കൊണ്ട് കള്ള കേസ് കൊണ്ട് ജാമ്യം ക്യാൻസലാക്കാൻ വേണ്ടി ഞാനതെല്ലാം കോടതി ബോധ്യപ്പെട്ടിട്ടുണ്ടായത്. ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് ഈ മെമ്പറുള്ളിടത്തോളം അവരൊന്നും ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഒരു സ്ത്രീകൾ അല്ലെങ്കിൽ തൊഴിലുറപ്പ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് വലിയ രീതിയിലുള്ള കുടുംബ പ്രശ്നത്തിലേക്ക് നിങ്ങളെ ഒരു തരത്തിലൂടെ ജീവിക്കാൻ ഒരു തരത്തിൽ ജീവിക്കാൻ സമ്മതിക്കുന്നത് ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ ആ മെമ്പർ പറയുക മുഖ്യമന്ത്രി തലത്തിൽ വരെ പിടിയുണ്ട്, യാതൊരു കാരണവശാലും ഒന്നും അയാളെ ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെ ആക്ഷേപിക്കേണ്ട ഒരു യാതൊരുവിധ കാര്യങ്ങളും പോലും ഒരു മെമ്പർക്ക് അങ്ങനെ ആക്ഷേപിക്കാനുള്ള യാതൊരു ചുമതല ആരും കൊടുത്തിട്ടില്ല. ഒരുപാട് ഒരു സ്ത്രീയെ പറഞ്ഞുകൂടാത്ത ഭാഷകൾ. അത് എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ നഷ്ടപ്പെടില്ല, അത് മൊത്തം റെക്കോർഡിങ് അതിലുള്ളതാണ്.
അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു സ്ത്രീയെ പറഞ്ഞാൽ കൊള്ളാത്ത ഭാഷകളാണ് പറഞ്ഞത്. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊരു ദാനം മേടിക്കുന്നില്ല നമ്മൾ. നമുക്ക് നമ്മുടെ നികുതി പണത്തിനെടുത്ത് തരുന്നത് നമുക്ക് ഇത് പൈസയാണ്. അതിന് ഈ മെമ്പറുടെ വീട്ടിൽ നിന്നോ മറ്റൊരു മെമ്പറുടെ അനുയായികളുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്നതല്ല. ഇപ്പം തന്നെ ഞാൻ ഈ മെമ്പറുടെ പേര് അന്ന് ഇത് കൊടുത്തപ്പം പലരെയും കൊണ്ട് എന്നെ വിളിപ്പിക്കുന്നത് എനിക്ക് പണി ഉടനെ ഉണ്ടെന്ന്. എന്നെ കൊല്ലാനും ഒരു മറത്തില്ല. ഭീഷണി കോളുകളുണ്ട്. വരുന്നുണ്ട്. ഭീഷണി കോളുകൾ വരുന്നുണ്ട്. എന്നെ കൊല്ലാനും ഒരു മറത്തില്ല. ഞാൻ ഒറ്റയ്ക്കുണ്ട്. എനിക്ക് 80 വയസ്സുള്ള അച്ഛനും ഉണ്ട്, ഞാനും ഉണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, വേറെ ആരും എനിക്കില്ല. ഇത് തന്നെ നടക്കുന്നത് ഇവിടെ. പോലീസ് ഉദ്യോഗസ്ഥയോടെ ഇത്രയും ചെയ്യുന്ന പ്രതിയേക്കുള്ള എനിക്ക് അവിടെ യാതൊരുവിധ ഒരു പെറ്റി കേസ് പോലും എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതി ഇങ്ങനെ കിടന്നിരിക്കുന്നത്. ഞാൻ ഇതിന്റെ എന്റെ നിരപരാധത്തെ എവിടെ പോലും ഞാൻ തെളിയിപ്പിക്കും. എന്റെ നിരപരാധം ഞാൻ എവിടെ പോലും സത്യം ഞാൻ തെളിയിപ്പിച്ചേ മാറും. ഞാൻ തെറ്റിയാതെ ഞാൻ ഈ 5 ദിവസത്ത് കിടന്നത്. അപ്പോൾ അദ്ദേഹം യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം 5 ദിവസത്തോളം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു. ഏതായാലും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചില അപാകതകൾ, ചില ന്യൂനതകളൊക്കെ ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് ഈ കുടുംബത്തിന് ഇത്തരത്തിലൊരു വലിയൊരു ആപത്തും അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇവർക്കിപ്പോൾ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കുടുംബമടക്കം ആത്മഹത്യയുടെ വക്കിലെത്തിക്കുന്ന രീതിയിലാണ് ഇവരോട് ഈ പറഞ്ഞ പ്രദേശവാസികളൊക്കെ തന്നെ അല്ലെങ്കിൽ പെരുമാറുന്നത്. അവർക്ക് എന്തായാലും നീതി കിട്ടട്ടെ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവർ പരാതി കൊടുക്കും. നീതി കിട്ടാൻ ഏതറ്റം വരെ പോകുമെന്നാണ് ഈ കുടുംബം ഇപ്പോൾ പറയുന്നത്. ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം ബില്ലുനിസൻ, വിസ്മയ ന്യൂസ്.